വിചാരിക്കില്ലേ, നമ്മൾ ഓരോരുത്തരും ബ്രഹ്മജ്ഞാനിയാണെന്ന് വിചാരിക്കുക. നമ്മൾ ജീവിക്കുന്ന ഈ ലോകം ബ്രഹ്മത്തിൻ്റെ തന്നെ ഭാവമാണ് എന്നറിഞ്ഞ് ജീവിക്കുന്നത്. ഞാനടക്കം, ഓരോ വ്യക്തിയും അടക്കം. അനേകം ബ്രഹ്മം ഉണ്ടെന്ന് വെച്ചില്ല, ബ്രഹ്മം ഏകമാണ്. അങ്ങനെ മനസ്സിലായി കഴിയുമ്പോൾ ആ വ്യക്തിത്വം തന്നെ ബ്രഹ്മത്തിൽ ലയിക്കും. വ്യക്തിത്വം ബ്രഹ്മത്തിൽ ലയിക്കും എന്ന് പറഞ്ഞാൽ അഹങ്കാരം ലയിക്കുന്ന അർത്ഥം, അല്ലാതെ ആൾ അലിഞ്ഞില്ലാണ്ടായി പോകുന്നൊന്നും വിചാരിക്കേണ്ട. നമ്മൾ പല ഭക്തന്മാരുടെ കഥയിലും കേട്ടിട്ടുണ്ട്, ആ ഭക്തൻ അമ്പലത്തിലേക്ക് കയറിപ്പോയി വിഗ്രഹത്തിൽ ലയിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിക്കും ചായയിൽ പഞ്ചസാരയൊക്കെ അലിഞ്ഞു പോണ പോലെ വിഗ്രഹത്തിലാണ്ട് ലയിച്ചു ചേർന്നു. അങ്ങനെയല്ല, ആ ഭക്തിഭാവത്തോടു കൂടി പോയത് കാരണം ആ ദേഹവുമായി ബന്ധപ്പെട്ട അഹങ്കാരം പൂർണ്ണമായി ഈശ്വരനിലേക്ക് ഭക്തിയോടുകൂടി, ഭക്തിയുടെ മൂർധന്യാവസ്ഥയിൽ ഏറ്റവും ശ്രേഷ്ഠമായ തലത്തിൽ എല്ലാം ഈശ്വരനാണ് എന്ന ബോധത്തിലെത്തലാണ്. അതാണ് ഈശ്വരനിൽ വിലയം പ്രാപിക്കൽ. അപ്പോൾ അവനവനെ ലോകത്തിൽ നിന്ന് അന്യമല്ലാതെ കാണുക, ലോകത്തിനെ ബ്രഹ്മമായിട്ട് കാണുക. ഞാൻ ബ്രഹ്മത്തിൻ്റെ അംശമായത് കാരണം ഞാനും ബ്രഹ്മം തന്നെ. ഞാൻ എന്ന് പറഞ്ഞ് ദേഹം അടക്കം എല്ലാം. ഇതെപ്പോഴും നമ്മൾ അറിയുന്നത്, ഓരോ ക്ലാസ് കഴിയുമ്പോഴും നമ്മളൊരു മന്ത്രം ചൊല്ലും. ഓം പൂർണ്ണമത പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഇതാണ് മന്ത്രം. അതും പൂർണ്ണം, ഇതും പൂർണ്ണം. പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണം ഉണ്ടാകുന്നു. പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണം ഉണ്ടായാലും പൂർണ്ണം പൂർണ്ണമായി തന്നെ അവശേഷിക്കുന്നു. ഇതാണ് മന്ത്രത്തിൻ്റെ അർത്ഥം. ഇതെന്തെങ്കിലും തലങ്ങും വെലങ്ങും പറയണമെന്ന് തോന്നും കേൾക്കുമ്പോൾ. ഇനി നമുക്കൊന്ന് നോക്കാം. അതും പൂർണ്ണം ഇതും പൂർണ്ണം എന്ന് പറഞ്ഞു. അവിടെ പൂർണ്ണം എന്ന അവസ്ഥയ്ക്ക് നമ്മൾ ബ്രഹ്മം കൊടുക്കുക. ബ്രഹ്മമാണ് പൂർണ്ണമായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ ജീവഭാവത്തിലിരിക്കുന്ന ഞാൻ പൂർണ്ണമാകുന്നു, ബ്രഹ്മം തന്നെയാകുന്നു. എന്നിൽ നിന്ന് അന്യമായി കാണുന്നതെല്ലാം അതും ബ്രഹ്മമാകുന്നു. ആ ബ്രഹ്മത്തിൽ നിന്നാണ് ബ്രഹ്മമായി ഈ ജീവഭാവം ഇല്ലെങ്കിൽ ഈ ദേഹം ഉണ്ടായിരിക്കുന്നത്. ബ്രഹ്മത്തിൽ നിന്ന് ഈ ജീവനും ലോകങ്ങളും എല്ലാം ഉണ്ടായാലും ബ്രഹ്മത്തിനൊരു കുറവും സംഭവിക്കുന്നില്ല. ബ്രഹ്മം ബ്രഹ്മമായി തന്നെ ഇരിക്കുന്നു. ഇങ്ങനൊരവസ്ഥ വരണമെങ്കിൽ സംഭവിക്കുന്നതൊക്കെ ബ്രഹ്മത്തിനകത്ത് സംഭവിച്ചാലേ ഇത് നടക്കുള്ളൂ. ഇപ്പം നമ്മൾ കടലിൻ്റെ അടുത്ത് പോയി ഒരു ബക്കറ്റുമായിട്ട് പോയി കടലിൽ മുക്കി. അപ്പോൾ ബക്കറ്റിനകത്ത് വെള്ളമുണ്ട്, ബക്കറ്റിൻ്റെ പുറത്തും വെള്ളമുണ്ട്. അപ്പം ബക്കറ്റിനകത്തുള്ള വെള്ളം ജീവഭാവവും ബക്കറ്റിന് പുറത്തുള്ളത് പരമാത്മഭാവമാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ മന്ത്രത്തിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലാവും. കടലിനകത്തു നിന്നുള്ള വെള്ളത്തിൽ നിന്നാണ് ബക്കറ്റിനകത്തുള്ള വെള്ളം ഉണ്ടായത്. കടൽ വെള്ളം തന്നെയാണ് ബക്കറ്റിലെ വെള്ളമായിരിക്കുന്നത്. കടൽ വെള്ളത്തിൽ നിന്ന് ബക്കറ്റിലെ വെള്ളം മാറിക്കഴിഞ്ഞാലും കടൽ വെള്ളത്തിനൊരു മാറ്റവും ഇല്ല കാരണം എന്താണ്? ബക്കറ്റിലെ വെള്ളം കടലിനകത്ത് തന്നെയായിരിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മളുടെയൊക്കെ സ്ഥിതി. നമ്മളൊക്കെ ഓരോരുത്തരും അതുപോലെ ബക്കറ്റുകളാണ്. ഇതിൻ്റെ അകത്തും പുറത്തും ഇരിക്കുന്നത് ബ്രഹ്മമാണ്. ബ്രഹ്മത്തിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ദേഹമായിട്ട് കാണപ്പെടുമ്പോഴും കാണപ്പെടുന്നത് ബ്രഹ്മമാണ്. ആ അറിവിൽ അഹങ്കാരം പൂർണ്ണമായിട്ട് ഇല്ലാണ്ട്, അത് മോക്ഷപ്രാപ്തി. നമ്മൾ ജീവിക്കുന്ന ലോകം ബ്രഹ്മത്തിൻ്റെ ഭാവമാണെന്നറിഞ്ഞ് ഞാനടക്കം എല്ലാം ബ്രഹ്മമാണ് എന്നറിഞ്ഞ് ജീവിക്കുമ്പോൾ ബ്രഹ്മജ്ഞാനമായി, മോക്ഷമായി. ഇത് മരിക്കുമ്പോൾ നേടിയെടുക്കേണ്ട അറിവല്ല, ജീവിച്ചിരിക്കുമ്പോൾ അറിയേണ്ട അറിവാണ്, എത്തിച്ചേരേണ്ട അറിവാണ്. അതുകൊണ്ടാണ് ഈ അറിവുകൊണ്ട് മാത്രമേ ആത്യന്തികമായ ദുഃഖ നിവൃത്തിയുള്ളൂ. കാരണം സുഖം ദുഃഖം എന്ന അനുഭവം പോലും ബ്രഹ്മത്തിനകത്താണ്. അപ്പോൾ ബ്രഹ്മത്തിനകത്ത് ബ്രഹ്മമല്ലാതെ മറ്റൊന്നും ഉണ്ടാവില്ല. അപ്പോൾ സുഖം ദുഃഖം എന്നുള്ളത് ഞാൻ എൻ്റെ തലത്തിൽ നിന്ന് കാണുന്നു എന്ന് മാത്രം. റെഫറൻസ് പോയിന്റ് ഞാനായത് കാരണമാണ് എനിക്ക് എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളുള്ളത് കൊണ്ട് ചിലത് സുഖമായിട്ടും ചിലത് ദുഃഖമായിട്ടും കാണും. പക്ഷെ ഇതെല്ലാം ബ്രഹ്മത്തിൻ്റെ ഭാവപ്രകടനമാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ സുഖവുമില്ല ദുഃഖവുമില്ല, സാക്ഷി മാത്രമാണ്. ഈ തലത്തിലേക്ക് എത്തിച്ചേരണം. അപ്പോൾ ഈ ചോദ്യം, ബ്രഹ്മജ്ഞാനി മരണത്തിന് ശേഷം എന്തായിത്തീരുന്നു എന്ന ചോദ്യം വളരെ അജ്ഞാനത്തിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. കാരണം ബ്രഹ്മജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ജനന മരണങ്ങളും ബ്രഹ്മജ്ഞാനിയും എല്ലാം ബ്രഹ്മത്തിനകത്താണ്. അതുകൊണ്ട് അയാൾക്ക് പിന്നെ പ്രത്യേകിച്ച് എവിടെയും എത്തിച്ചേരാനൊന്നുമില്ല. ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ് മോക്ഷം എന്ന് അറിഞ്ഞ് ആ ആനന്ദത്തിൽ രമിക്കുന്ന ആളാണ് ബ്രഹ്മജ്ഞാനി.
അപ്പം നമുക്കൊരു ലക്ഷ്യം പറഞ്ഞു തന്നു. ബ്രഹ്മജ്ഞാനി അല്ലാത്തവൻ്റെ സ്ഥിതി ഇവനെ ചോദിച്ചു. ബ്രഹ്മലോകത്തെത്തുന്നുണ്ടോ ചോദിച്ചാൽ ഇത് ബ്രഹ്മമാണ് എന്ന് അറിയുന്നത് വരെ അയാൾ സംസാരത്തിൽ തന്നെയാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം ലോകം സത്യമാണ് എന്ന് വിചാരിക്കും നമ്മളുടെയൊക്കെ അവസ്ഥ. അപ്പോൾ മോക്ഷത്തിലേക്ക് എത്തിയിട്ടില്ല. ചോദ്യം എന്താണ്? ബ്രഹ്മജ്ഞാനി അല്ലാത്തവൻ മരിച്ചാൽ മോക്ഷത്തിലെത്തുമോ എന്ന് ചോദിച്ചാൽ ആ വ്യക്തിയുടെ സംസാര ജീവിതം തുടർന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ സംസാര ജീവിതത്തിൻ്റെ തുടർച്ചയ്ക്കാണ് നമ്മൾ ജന്മം പുനർജന്മം എന്നൊക്കെ പേരിട്ട് വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സുഖദുഃഖങ്ങൾ അപ്പോഴും ഉണ്ട്. സുഖദുഃഖങ്ങളെ സെപ്പറേറ്റ് ആയിട്ട് കാണുമ്പോഴാണ് മോക്ഷമില്ലാതെ ആവുന്നത്. അതും ഈശ്വരൻ്റെ രൂപം തന്നെ. ഈശ്വരൻ്റെ ദുഃഖരൂപം, ഈശ്വരൻ ഏത് രൂപത്തിലും വരാലും, ഈശ്വരൻ്റെ സുഖരൂപം, ഈശ്വരൻ്റെ ദുഃഖരൂപം അല്ലേ. വിവേകാനന്ദ സ്വാമി പറയുന്നതാണ് ഏറ്റവും നല്ല ഉദാഹരണം. അമ്മ നല്ല ശാന്തയായിരിക്കുമ്പോൾ അമ്മ ഇളം തെന്നലായും, അമ്മ ക്രുദ്ധയായിരിക്കുമ്പോൾ, കോപം കൊണ്ട് ക്രുദ്ധയായിരിക്കുമ്പോൾ അമ്മ കൊടുങ്കാറ്റായും വരുന്നു. ഇളം തെന്നലായി വന്നതും കൊടുങ്കാറ്റായി വന്നതും ഒരേ വായു തന്നെയാണ്. അതുപോലെ സുഖവും ദുഃഖവും എന്നറിയുന്ന ആൾ എപ്പോഴും ബ്രഹ്മജ്ഞാനിയും. കുന്തിദേവിയൊക്കെയാണ് ഉദാഹരണമായിട്ട് പറയാം അതിന്. സുഖദുഃഖങ്ങളിലൊക്കെ ശ്രീകൃഷ്ണ ചൈതന്യത്തിനെ കാണാൻ സാധിച്ച ആളാണ് കുന്തിദേവി. അപ്പം ഈ ഒരു തലം, ഈ ഒരു ചോദ്യത്തിൽ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മളുടെ നിത്യജീവിതത്തിൽ നമ്മുടെ മനസ്സിൽ മുഴുവനുള്ള ചോദ്യങ്ങളാണത്. മരിച്ചതിന് ശേഷം നമ്മളിപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പം ഈ മരണാനന്തര ക്രിയകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്താ സാധാരണ പറയാം? മരിച്ച വ്യക്തി മുന്നോട്ട് പോയി ഇന്ന സ്ഥലത്തെത്താൻ നമ്മളുടെ ഒരു വിശ്വാസമാണ്, അജ്ഞാനികളുടെ തലത്തിലുള്ള ഒരു വിശ്വാസം കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഈ സാറിന് എല്ലാവരും ചോദിക്കും പിതൃകർമ്മങ്ങൾ എത്ര കാലം ചെയ്യണം? 1 കൊല്ലം ചെയ്യണോ? 16 കൊല്ലം ചെയ്യണോ എന്നല്ലേ? ഇല്ല. അപ്പം എന്താ അതിന് ഉത്തരം? ആ ജീവൻ, നമ്മൾ മരിച്ചുപോയി എന്ന് വിചാരിക്കുന്ന ജീവൻ, ഇതൊക്കെ നമ്മളെ സങ്കല്പമാണ്, ജീവനില്ലെന്ന് ആദ്യം പറഞ്ഞു. ആ ജീവൻ മോക്ഷത്തിലെത്തി എന്ന് നമുക്ക് പൂർണ്ണ ബോധ്യം വരുന്നത് വരെ അത് വേണം ചെയ്യുന്നവരാണെങ്കിൽ. അതല്ലെങ്കിൽ ഇതൊന്നും ശരിക്കില്ല എന്ന് ഉത്തമ ബോധ്യമായിട്ടുള്ളവരാണെങ്കിൽ പിന്നെ ആചാരത്തിന് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ലോകത്തിന് മാതൃക കാണിക്കാൻ വേണ്ടി ആചാരങ്ങൾ ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പലരും ഈ ആചാരങ്ങൾ ചെയ്യാറില്ല. സ്വാമിമാർ, ഉന്നത തലത്തിലുള്ള സ്വാമിമാരൊന്നും ഈ കാര്യങ്ങളൊന്നും ചെയ്യില്ല. പക്ഷെ അവർ മറ്റുള്ളവരോട് ചെയ്യാൻ പറയും. കാരണം എന്താണ്? അവരാ തലത്തിൽ എത്തിയിട്ടില്ല. അപ്പോൾ അവരോട് പറയും ചെയ്യൂ, ഇതൊക്കെ ചെയ്യണം, നമ്മളിത് ചെയ്താലേ ലോകം ഇത് ചെയ്യുള്ളൂ അല്ലേ. ശ്രേഷ്ഠ സ്ഥാനത്തിരിക്കുന്നവർ ആചാരങ്ങൾ ചെയ്യണമെന്ന് നിർബന്ധിക്കാൻ കാരണം തന്നെ അതാണ്. യദ്യദാചരതി ശ്രേഷ്ഠ തത്തദേവേതരോ ജനാഹ എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആചരിച്ച് കാണിക്കണം. അതുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ പറയണു, എനിക്ക് ഒരു കർമ്മങ്ങളും ചെയ്യേണ്ട ഒരാവശ്യമില്ല, എന്നാലും ഞാൻ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ ലോകം അത് കണ്ടിട്ട് അതിനെ കോപ്പി അടിക്കും. അതുകൊണ്ട് കർമ്മം ചെയ്യണം. നമ്മളുടെയൊക്കെ അവസ്ഥ ഇത് തന്നെയാണ്. ഓരോ കർമ്മം ചെയ്യുമ്പോഴും അതിന് ലക്ഷ്യമുണ്ട്, ഓരോ ആചരണത്തിനും അതിൻ്റേതായ തത്വങ്ങളുണ്ട്, സന്ദേശങ്ങളുണ്ട് എന്നറിയണം. പക്ഷെ ആത്യന്തികമായ സത്യം എന്താണ് എന്നറിയണം. എന്നിട്ട് സകല തത്വങ്ങളും കർമ്മങ്ങളും ആചരണങ്ങളും ആത്യന്തികമായ സത്യത്തിലേക്ക് എത്തിച്ചേരണം. എന്താണത്? ഇവിടെ ജനന മരണങ്ങൾ എന്നുള്ളത് സങ്കല്പങ്ങൾ മാത്രമാണ്. ഈ തലത്തിലേക്ക് എത്തിച്ചേരണം. അതുവരെ ഇതൊക്കെ ഓക്കെ ചെയ്യാം. അത് മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഇനി ദുരാത്മാവുണ്ട്, അലഞ്ഞു നടന്നു എന്നൊന്നും പറയാൻ പാടില്ല. ഒരു ഉപനിഷത്ത് വിദ്യാർത്ഥി എന്ന തലത്തിൽ അത് നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചു വെക്കണം. ആർക്കെങ്കിലും ഇതുപോലെ കൺഫ്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ കഴിയുന്നത്ര പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുക. ചിലർക്ക് മനസ്സിലാവും, ചിലർക്ക് മനസ്സിലാവില്ല. മനസ്സിലാവാത്തവരോട് നമ്മളൊന്നും പറയാൻ പോകരുത്. ഭഗവാൻ തന്നെ പറഞ്ഞു, എന്ന ബുദ്ധിഭേദം ജനയേത് എന്ന് പറഞ്ഞു. അവരെ കൺഫ്യൂഷൻ ആക്കാൻ പാടില്ല. സമയമാകുമ്പോൾ അവർക്ക് മനസ്സിലായിക്കോളും. ഇതൊക്കെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്.